ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാക്ഷി കിച്ചൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്നാക്സ് റെസിപ്പി ആയിട്ടാണ്. തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കി വരാം. സ്നാക്സ് ചെയ്തെടുക്കാനായിട്ട് 1 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കുതിർക്കാത്ത പയറാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നല്ലോണം കഴുകി എടുത്തിട്ട് വരാം. പയർ ഇവിടെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർക്കാം. 1 കപ്പ് കുതിർക്കാത്ത പയറിന് 1.5 കപ്പ് വെള്ളമാണ് വേണ്ടത്. ഇനി ഈ കുക്കർ അടച്ചു വെച്ച് പയർ നമുക്ക് വേവിച്ചെടുക്കാം. 3-4 വിസിലിനുള്ളിൽ പയർ വെന്ത് കിട്ടും. പിന്നെ ഓരോ കുക്കറിൻ്റെ അനുസരിച്ചിട്ട് മാറ്റം വരാം. ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ. പയർ ഇവിടെ വെന്ത് വന്നോ എന്ന് നോക്കാം. കുക്കർ തുറന്ന് നോക്കാം. പയർ വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമെല്ലാം നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളമില്ല. വെള്ളമുണ്ടെങ്കിൽ തുറന്നു വെച്ചിട്ട് വറ്റിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 കപ്പ് തിരുമ്മിയ തേങ്ങ ചേർക്കാം. പിന്നെ വേണ്ടത് ശർക്കരയാണ്. 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് പൊടിച്ച ശർക്കരയാണ് 1 കപ്പ് എടുത്തിരിക്കുന്നത്. ഇതിൽ അഴുക്കൊട്ടും തന്നെ ഇല്ല. അഴുക്കുള്ള ശർക്കരയാണെങ്കിൽ പാനിയാക്കിയിട്ട് അരിച്ചു വേണം ഒഴിക്കാൻ. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. ഈ ശർക്കര ഒന്ന് ഉരുകി വരണേ. വെള്ളമില്ലാത്തത് കൊണ്ട് തന്നെ ഫ്ലെയിം നമുക്ക് കുറച്ച് വെച്ച് കൊടുക്കാം, അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് 4-5 ഏലക്ക പൊടിച്ചത് ചേർക്കാം. പിന്നെ വേണ്ടത് ജീരകപ്പൊടിയാണ്. 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഏലക്കയും ജീരകവും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ പയർ ഇവിടെ തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് തണുത്ത് വരണം. പയർ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഉരുളകളാക്കിയെടുക്കാം. നിങ്ങൾക്ക് സുഖിയന് എത്ര വലിപ്പം വേണോ അതിനനുസരിച്ചിട്ട് ഉരുളകൾ ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഇതെല്ലാം ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഇതിനു വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ചേർക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 നുള്ളു ഉപ്പ്, പിന്നെ കളറിന് വേണ്ടിയിട്ട് സ്വല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ കലക്കിയെടുക്കുക. വെള്ളം കൂടി പോകരുത്, എന്നാൽ ഒരുപാട് കട്ടിയും ആവരുത്. അപ്പോൾ ഇതായിട്ടുണ്ട്. മാറ്റി വയ്ക്കാം. അതിനായിട്ടുള്ള എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. എന്നിട്ട് മാവ് ഈ പരുവത്തിൽ വേണേ കലക്കിയെടുക്കാൻ. ഇനി ഈ ഓരോ ഉരുളകൾ ഈ മാവിൽ മുക്കിയിട്ട് നല്ലോണം കോട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. മാവ് നല്ലോണം കോട്ടാകണം പയറിൽ. ഇനി ഇത് തിരിച്ചും മറിച്ചു വിട്ടിട്ട് മൂപ്പിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ റെഡിയാകും. അപ്പോൾ സുഖിയൻ മൂത്ത് വന്നിട്ടുണ്ട്. എണ്ണയിൽ നിന്നും കോരി മാറ്റാം. സുഖിയൻ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണം. പിന്നെ ചായക്കടയിലൊക്കെ കിട്ടുന്ന സുഖിയൻ്റെ ഇല്ലേ, അതിൻ്റെ സെയിം ടേസ്റ്റാണ് ഇതിന്. ചെയ്ത് നോക്കുക കേട്ടോ. റെസിപ്പി ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം.